സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകൾ അവിടുത്തെ സൈന്യാധിപന്മാരായിരുന്നു. കാറ്റ് അവിടുത്തെ സഞ്ചാരവേദികൾ നയിച്ചപ്പോൾ പക്ഷിമൃഗാദികൾ പ്രവാചകന് മുന്നിൽ വണങ്ങിക്കൊണ്ട് അവിടുത്തെ കൽപ്പനകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു. സുലൈമാൻ നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അത്ഭുത കഥകൾ നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നമ്മെ ഏറ്റവും വിസ്മയിപ്പിച്ച 2 ചരിത്ര കഥകളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിലേറ്റവും ആദ്യമായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു അത്ഭുത മോതിരത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വരൂ, കഥയിലേക്കിരിക്കാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ വടി വലിയൊരു മോചിതത്തായതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അത്ഭുത മോതിരത്തെപ്പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ എവിടെ നിന്നായിരുന്നു ഈ മോതിരം ലഭിച്ചത് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യമാണ്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായം ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് അത് ദാവൂദ് നബിക്ക് നൽകിയതായിരുന്നു. ദാവൂദ് നബിയുടെ വഫാത്തിൻ്റെ സമയത്താണ് മകൻ സുലൈമാൻ നബിക്ക് ഈ അത്ഭുത മോതിരം സമ്മാനിച്ചത് എന്നാണ് ഏറ്റവും പ്രബലമായ പണ്ഡിതാഭിപ്രായം. അത് നക്ഷത്രത്തെ പോലെ തിളങ്ങുകയും പ്രകാശങ്ങൾ കൊണ്ട് അതിൽ ഉല്ലേഖനം ചെയ്യുകയും കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല, അതിൽ പ്രകാശത്താൽ ലിഖിതമായ അതിലെ വാക്കുകൾ എന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്നതായിരുന്നു അതിൽ എഴുതി വച്ചിരുന്ന വാക്കുകൾ. കവി പറയുന്നുണ്ട്, കാറ്റേ, നീ എന്തിനാണ് സുലൈമാനെ അനുസരിക്കുന്നത്? കാരണം അദ്ദേഹത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്നു അഷ്റഫുൽ ഖൽക്കായ പ്രവാചകൻ്റെ നാമം എന്ന് കവിത പാടി പറയുന്നത് പോലെ തന്നെ അവിടുത്തെ മോതിരത്തിൽ എഴുതിയിരുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരായിരുന്നു. അതുകൊണ്ടാണ് കാറ്റുപോലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ അനുസരിച്ചിരുന്നത് എന്ന കാവ്യഭാഷയും അവിടെയുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം രാജാവായതുകൊണ്ട് തന്നെ ഒരുപാട് ഉടമ്പടികളും മറ്റൊക്കെ ഒപ്പുവെക്കാനുള്ളത് കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലുണ്ടായിരുന്ന പ്രവാചകത്വ മുദ്രണം പോലെ ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സീലായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. സത്യത്തിൽ ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള ഈ മോതിരം അത് സ്വർഗത്തിൽ നിന്നിറക്കിയ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് നൽകിയ വരദാനമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്ന ഒരുപാട് മുഅ്ജിസത്തുകൾ അതും ഈ മോതിരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കള്ളക്കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ല. കാരണം മുഅ്ജിസത്തുകൾ അത് അള്ളാഹു നേരിട്ട് പ്രവാചകന്മാർക്ക് നൽകുന്നതാണ്. അത് ഈ ഒരു മോതിരം വെച്ച് നൽകുന്ന ആവശ്യമൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കോ അവരുടെ പ്രവാചകന്മാർക്കോ ഇല്ല. അതുകൊണ്ട് ഒരുപാട് ഇസ്രായേലിയാത്തിൽപ്പെട്ട ഒരുപാട് കെട്ടുകഥകൾ ഈ മോതിരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പലരും പരസ്യവേദികളിൽ പോലും അതൊക്കെ പറയാറുണ്ട്. അതൊന്നും ഇസ്ലാമിനോടോ പ്രവാചക ചര്യകളോടോ യോജിച്ചതല്ല. അതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു കഥ എന്നുള്ളത് സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കൽ ബാത്റൂമിൽ പോവേണ്ട ആവശ്യം വന്നപ്പോൾ ഭാര്യയായിരുന്ന അമീനയുടെ കയ്യിൽ ഇത് സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയും അതേ സമയം ഒരു പിശാച്, ഒരു ജിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രൂപം മാറി ആ ബാത്റൂമിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് ഈ ഭാര്യയുടെ അമ്മയിൽ നിന്ന് ആ മോതിരം വാങ്ങി അണിയുകയും താൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ശക്തികൾ മുഴുവനും കേന്ദ്രീകരിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രൂപസാദൃശ്യം ഏറ്റെടുത്തുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രാജവ പദവിയിലേക്ക് അദ്ദേഹം കയറിയിരിക്കുകയാണ്. സിംഹാസനത്തിലേറി പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് പിന്നീട് അവിടെ ഭരണം നടത്തുന്നത് ഈ പിശാജാണ്, ജിന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ബാത്റൂമിൽ നിന്ന് വന്ന് തൻ്റെ ഭാര്യയോട് മോതിരം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് നേരത്തെ നിങ്ങളല്ലേ വന്ന് വാങ്ങിക്കൊണ്ടുപോയത് എന്ന തിരിച്ചു മറുപടിയാണ് കിട്ടുന്നത്. ആ സമയത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഇവിടെ പ്രയോഗിച്ച ചതി മനസ്സിലാകുന്നത്. നേരത്തെ സക്ർ എന്ന ദുഷിച്ച ജിന്ന് അഥവാ പിശാജ് വന്നുകൊണ്ട് ആ മോതിരം വാങ്ങി തൻ്റെ രൂപം അണിഞ്ഞുകൊണ്ട് അവിടെ രാജാവായിട്ട് വിലസുകയാണ് എന്ന കാഴ്ച കണ്ടതോടുകൂടെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഇനി ആരും ഇവിടെ കൊട്ടാരത്തിൽ തിരിച്ചറിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഒരു ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു കടലിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാം ജീവിക്കുന്നത്. അവിടെ മുക്കുവന്മാരുടെ കൂടെ മീൻ പിടിക്കുകയും അവരുടെ കൂടെ സാധാരണഗതിയിലുള്ള ജീവിതം വഹിക്കുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാം സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണമാണിത്. ആ ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് രാജാവായിരുന്ന ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം മുക്കുവന്മാരുടെ കൂടെ കടലിലൊക്കെ ജോലി ചെയ്യുന്ന തരത്തിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ് എന്ന ഒരു വശവും ആ ചരിത്രത്തിലുണ്ട്.
അങ്ങനെ ഈ കൊട്ടാരത്തിലെത്തിയ ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപം പ്രാപിച്ച സഖർ എന്ന ജിന്ന് ആളുകളെ മുഴുവൻ കബളിപ്പിക്കുകയും താനാണ് സുലൈമാൻ നബി, താനാണ് ഇനി ഈ രാജ്യം മുഴുവൻ അടക്കി ഭരിക്കേണ്ട ആൾ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബിയുടെ രൂപത്തിൽ തന്നെ വന്നുകൊണ്ട് ആളുകൾക്കിടയിൽ ഭരണം നടത്തുകയാണ്. പക്ഷേ ആളുകൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. കാരണം നീതിമാനായിരുന്ന സുലൈമാൻ നബിയെ പോലെയല്ല ഈ ജിന്ന് ഇപ്പോൾ പെരുമാറുന്നത്. രാജ്യത്ത് ഒരുപാട് അനീതിയും അക്രമങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് കൊട്ടാരത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത ആളുകളായി ഉണ്ടായിരുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇതേതോ ഒരു ജിന്ന് സുലൈമാൻ നബിയെ ചതിക്കുന്നതാണ്. ഉടനടി അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവർ തൗറാത്തിൻ്റെ ഗ്രന്ഥവുമായി ഈ ജിന്നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഉറക്കനെ ഉച്ചത്തിൽ തൗറാത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. ഉടനടി ആ ജിന്നിനത് കേട്ട് അസഹിക്കാൻ വയ്യാതെ ആ സിംഹാസനത്തിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രൂപഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജിന്നിൻ്റെ സ്വയം രൂപത്തിലേറി ഇറങ്ങി ഓടുകയാണ്. ആ സമയത്ത് ഈ അത്ഭുത മോതിരം ജിന്ന് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ചരിത്രം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ കടലിലേക്ക് എറിഞ്ഞ മോതിരം ഒരു മത്സ്യം അതിൻ്റെ വായിലേക്ക് ഭക്ഷിക്കുകയും പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാം ആ സമയത്ത് മുക്കുവന്മാരുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. രാജാവായിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം വളരെ താഴെത്തട്ടിലുള്ള ആളുകളുടെ കൂടെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ജീവിക്കുകയാണ്. അതിനിടക്കാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മീനിനെ തന്നെ പിടിക്കുകയും അതിനെ കറി വെക്കാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വയറിൽ നിന്ന് ഈ മോതിരം ലഭിക്കുകയും അത് സുലൈമാൻ നബി അലൈഹി സ്വലാം കയ്യിൽ അണിയുന്നതോടുകൂടെ വീണ്ടും ആ രാജഭരണത്തിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ ചരിത്രം. അത് പല അടരുകളിൽ ഒരുപാട് പാഠങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെയും നമ്മയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചരിത്ര കഥ ഇസ്രായേലിയാത്തുകളിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ ചരിത്രത്തിൻ്റെ ആധികാരികതകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ സൂറത്തു സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് ഫത്തന്ന സുലൈമാന വൽകൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ്. നാം സുലൈമാനെ പരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഒരു ജഡം, ഒരു ശരീരം ഇട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി എന്ന് പറയുന്ന ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ സിംഹാസനത്തിൽ ഒരു ജഡം ഇട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് അത് ഈ പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പല തഫ്സീറുകളിൽ നമുക്ക് കാണാം. ഈ ഒരു ചരിത്രം അവരവിടെ ഉദ്ധരിക്കുന്നതായിട്ട് പല ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഇതിൻ്റെ പ്രബലമായത് കഥയാണ്, ഇത് ശരിക്കുള്ളതാണ് എന്നൊക്കെ ബോധിപ്പിക്കുന്നത്. പക്ഷേ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പോലെയുള്ള പ്രമുഖരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജഡം എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് അത് ഈ പിശാചിനെയോ അല്ലെങ്കിൽ ഈ ഒരു പിശാചിൻ്റെ കഥയോ ഒന്നുമല്ല, ഈ മോതിരവുമായി ബന്ധപ്പെട്ടുള്ള കഥകളൊന്നുമല്ല. കാരണം പ്രവാചകന്മാരുടെ രൂപം സ്വീകരിക്കാൻ ഒരിക്കലും ഒരു പിശാചിന് സാധിക്കുകയില്ല. അത് പ്രവാചകന്മാരുടെ മേലിലുള്ള നമ്മുടെ വിശ്വാസങ്ങൾക്ക് പോലും എതിരാണ്. അതുകൊണ്ട് വലഖദ് ഫത്തന്ന സുലൈമാൻ എന്ന് തുടങ്ങുന്ന ആ ആയത്തിൽ ജസദൻ, ജഡം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പിശാചിൻ്റെ കഥയല്ല, മറിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാം തന്നെ രോഗിയായി തളർന്നു വീഴുന്നിടത്താണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് എന്നാണ് പ്രമുഖരായ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത്. അതല്ല സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മരണപ്പെട്ടുകൊണ്ട് ആ ജഡശരീരം സിംഹാസനത്തിലേക്ക് ഇട്ടു എന്ന പല വ്യാഖ്യാനങ്ങളും മുഫസ്സിരീങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ സോഴ്സ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്ക് വ്യക്തമാക്കി പറയുക അത് അസാധ്യമാണ്. പല പ്രധാനപ്പെട്ട മുഫസ്സിരീങ്ങളും ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലെയുള്ള മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു കഥ തീർത്തും തള്ളിക്കളയേണ്ട വെറും അറബി കെട്ടുകഥകളിൽ ജൂതന്മാർ പരത്തുന്ന വെറും കെട്ടുകഥയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് അവർ പറയുന്നത്. മോതിരത്തിൻ്റെ പിന്നിലുള്ള ഈ കഥകളാണ് കെട്ടുകഥയെങ്കിലും പക്ഷേ ഈ മോതിരം യാഥാർത്ഥ്യമാണ് എന്നത് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് ഈ മോതിരത്തിന് എന്ത് സംഭവിച്ചു എന്നതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർ പറയുന്നത് ഇത് പ്രവാചകന്മാർ തമ്മിൽ ഇങ്ങനെ കൈമാറി വന്നതാണ്. അതിനി അവസാന കാലത്ത് മഹ്ദി ഇമാം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മോതിരവും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടിയൊക്കെ ഉണ്ട് എന്ന് പലരും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയതായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ആ മോതിരം എവിടെയാണ്? ഇന്നും പല നിഗൂഢ സംഘങ്ങളും ആ മോതിരം തെരഞ്ഞു നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ മോതിരം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അനുഭവിച്ചതുപോലെ ജിന്നുകളെ മുഴുവനും അടക്കി ഭരിക്കാൻ കഴിയുന്ന, പക്ഷികളോട് സംസാരിക്കാൻ കഴിയുന്ന, കാറ്റിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഴിവുകൾ മുഴുവനും നമുക്ക് ലഭിക്കും. ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന കഴിവ് നമുക്ക് ലഭിക്കും എന്ന വലിയൊരു മിത്തിൻ്റെ പിറകെ പല നിഗൂഢ സംഘങ്ങളും ആ മോതിരം തിരഞ്ഞ് ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്.
പലരും ആ മോതിരത്തിൻ്റെ സോയ്സ് അന്വേഷിച്ച് അത് എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നിടത്ത് അത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അവശിഷ്ടങ്ങളിൽ പെട്ട് കിടക്കുകയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. മറ്റൊന്ന് അത് അൽ താബൂത്ത് പെട്ടിയിൽ, ആർക്ക് ഓഫ് കോൺവെന്റ് എന്നറിയപ്പെടുന്ന ഖുർആനിലും ബൈബിളിലും ഒക്കെ ഒരുപോലെ പരാമർശിക്കപ്പെട്ട താബൂത്ത് എന്ന വിശുദ്ധ പെട്ടിയിലാണ് ആ മോതിരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് മതിയായ തെളിവുകളുമുണ്ട്. എന്താണ് താബൂത്ത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഖുർആനിൽ സൂറത്ത് ബക്കറയിൽ 248 ആയത്ത്, വഖാല ലഹും നബിയ്യുഹും ഇന്ന ആയത മുൽകിഹി അൻ യതീകുമുത് താബൂത ഫീഹി സകീനത്തും മിൻ റബ്ബിക്കും വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ തഹ്മിലുഹു അൽ മലായിക ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. എന്താണ് ആ താബൂത്ത് എന്ന വിശുദ്ധ പെട്ടിയെപ്പറ്റി പറയുന്ന ആയത്തിൽ അവരുടെ പ്രവാചകന്മാർ അവരോട് പറയും, തീർച്ചയായും അവൻ്റെ അഥവാ താലൂത്തിൻ്റെ ചരിത്രത്തിലാണിത് പറയുന്നത്. താലൂത്ത് എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ളതാണ്. ഭരണത്തിൻ്റെ അടയാളം നിങ്ങളുടെ അടുക്കലേക്ക് ആ താബൂത്ത് അഥവാ ആ വിശുദ്ധ പെട്ടി വന്നെത്തുകയും മാത്രമല്ല അത് രക്ഷിതാവിൽ നിന്നുള്ള ശാന്തി കൊണ്ടുവരികയും ചെയ്യുന്നു. അതിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബ അവശേഷിപ്പുകളാണ് ആ പെട്ടിയിലുള്ളത് എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അവശിഷ്ടങ്ങളിലുള്ള ആ പെട്ടി അഥവാ അവരുടെ ചരിത്ര രേഖകൾ അതുപോലെ ചരിത്ര വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ആ പെട്ടിയിലാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ മോതിരമുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പെട്ടി എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലികളുമായിട്ട് യുദ്ധത്തിന് പോകുന്ന വേളയിൽ അവർക്ക് ധൈര്യം പകരാൻ വേണ്ടിയിട്ട് ഈ പെട്ടി കൂടെ കൊണ്ടുപോകുമായിരുന്നു. എങ്ങനെ ഒരു പെട്ടി അള്ളാഹു നിർമ്മിക്കാൻ കൽപ്പിക്കുകയും അതുമായിട്ട് അവർ യുദ്ധത്തിന് പോവുകയും അത് കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ അവർക്ക് യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ആർജവും ഉയർച്ചയൊക്കെ വരികയൊക്കെ ചെയ്യുന്ന ചരിത്ര സംഭവങ്ങളാണ്. പിന്നീട് ഒരു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് എതിർ സ്ഥാനത്തുള്ള ശക്തികൾ ഈ പെട്ടി അവർ മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ചരിത്രമാണ്. പിന്നീട് ഈ നമ്മൾ സൂചിപ്പിച്ചതുപോലെ താലൂത്ത് ഭരണത്തിലേറാൻ വരുമ്പോൾ എങ്ങനെയാണ് അവരെ ഭരണാധികാരിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിക്കുന്നിടത്താണ് അള്ളാഹു അവരോട് പറയുന്നത്, താലൂത്തിൻ്റെ കൂടെ അവർ ഈ താബൂത്ത് എന്ന ആ പെട്ടി കൂടെ ഉണ്ടാകും. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ ചരിത്ര ശേഷിപ്പുകളാണ്. അതിൽ നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരു വിശുദ്ധ പെട്ടിയെ പറ്റി ഖുർആനിൽ ബൈബിളിലൊക്കെ ഉണ്ട് ആ ചരിത്രം. ആ പെട്ടിയിലാണ് ഇന്ന് ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോതിരമുള്ളത് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആ പെട്ടിയും ഇന്ന് എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോതിരവും താബൂത്ത് എന്ന വിശുദ്ധ പെട്ടിയും രണ്ടും ഇന്നും അത് എവിടെയാണെന്ന് അറിയാതെ അത് മിസ്സിങ് ആയിട്ട് കിടക്കുകയാണ് എന്നുള്ളത് ആ ചരിത്രത്തിലെ മറ്റൊരു വസ്തുത കൂടിയാണ്. നമ്മളത് തിരഞ്ഞെടുക്കേണ്ടയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ടോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മോട് പറയുന്നത്. ഈ ഒരു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നിടത്ത് തന്നെ മറ്റൊരു ചരിത്രം കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ അതിൻ്റെയും സോയ്സ് നമ്മൾ പല സംശയാസ്പദമായിട്ട് കിടക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ വളരെ വലിയ പാഠങ്ങൾ ആ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ സംസാരിക്കാനുള്ള കഴിവ് എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരു ദിവസം പക്ഷികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പക്ഷികളുണ്ട്. അവർക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കഴിവുകളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ വിധിയെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം പക്ഷികളോട് പറയുന്നുണ്ട്, അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധിയെ നമുക്കൊരിക്കലും മാറ്റാനാവില്ല എന്ന് പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഇത് പറഞ്ഞതോടുകൂടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ബുദ്ധിമാനായ ശക്തനായ കഴുകനല്ല അങ്കാ അഥവാ ആനറാഞ്ചി പക്ഷിയാണ് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കഴുകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് അള്ളാഹുവിൻ്റെ വിധി മാറ്റാനുള്ള കഴിവുണ്ട്, ഞാനൊന്ന് ശ്രമിക്കട്ടെ, ഞാനത് മാറ്റി കാണിച്ചു തരാം. അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് ആ കഴുകൻ സംസാരിക്കുന്നത്. ഉടനടി സുലൈമാൻ നബി അലൈഹി സ്വലാമും ആ മത്സരത്തിന് മുഖാമുഖം നേർക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എങ്കിൽ നീ അള്ളാഹുവിൻ്റെ ഒരു വിധി മാറ്റി കാണിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനടി ആ കഴുകൻ കിഴക്കിലുള്ള ഒരു രാജ്യത്തേക്ക് പറന്ന് ഉയരുകയാണ്. ആ രാജ്യത്തേക്ക് എത്തിയപ്പോഴാണ് അവിടെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം രാജാവിന് ഒരു പെൺകുട്ടി പിറന്നിരിക്കുന്നു. രാജകുമാരി പിറന്നതിൻ്റെ സന്തോഷത്തിലാണ് രാജ്യം മുഴുവനും. അവരെല്ലാവരും അതിൻ്റെ ആഹ്ലാദ തിമിർപ്പിലാണ്. ആ സമയത്താണ് രാജാവും പരിവാരങ്ങളൊക്കെ ആ കുഞ്ഞിൻ്റെ ആരോഗ്യവും ഭാവിയൊക്കെ അറിയാൻ വേണ്ടി ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തുകയും അതിൻ്റെ ഭാവിയൊക്കെ ചോദിച്ചറിയുന്നത്. ആ സമയത്ത് ജ്യോത്സ്യന്മാർ മറുപടി പറയുന്നു, ഈ പെൺകുട്ടി രാജകുമാരിയായിട്ടൊക്കെ തന്നെ വളരും, പക്ഷെ 16-ാമത്തെ വയസ്സിൽ പടിഞ്ഞാറുള്ള വളരെ ദരിദ്രനായ ഒരു യുവാവിനെയാണ് ഈ കുട്ടി വിവാഹം കഴിക്കുന്നത് എന്ന് ജ്യോത്സ്യന്മാർ ഈ കുട്ടിയുടെ ഭാവി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടതോടുകൂടെ കഴുകൻ ചിന്തിക്കുകയാണ്, ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞ ഈ ഭാവി അല്ലെങ്കിൽ ഈ വിധി തന്നെ ഞാൻ ആദ്യം മാറ്റിക്കളയാം.
ആരും കാണാതെ ആ കഴുകൻ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പറന്നു ചെല്ലുകയും ആ പുതുതായി പിറന്ന ആ രാജകുമാരിയായ ആ പെൺകുട്ടിയെ കൊത്തി എടുത്തുകൊണ്ട് ദൂരേക്ക് പറന്നകലുകയാണ്. പറന്ന് പറന്ന് കടലിന് നടുവിലുള്ള ഒരു ദ്വീപിലേക്കാണ് ആ കഴുകൻ ആ പെൺകുട്ടിയായിട്ട് ചെല്ലുന്നത്. അങ്ങനെ ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരുമില്ലാത്ത ആ ദ്വീപിൽ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ വളർത്താൻ കഴുകൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ആ പടിഞ്ഞാറുള്ള ദരിദ്രനായ യുവാവുമായിട്ട് ഇവിടെ നടക്കും എന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ച ആ വിവാഹം നടക്കില്ലല്ലോ, ആ വിധിയെ താൻ മാറ്റിക്കളയുമല്ലോ എന്നൊക്കെയായിരുന്നു കഴുകൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി വെക്കുന്നു. കഴുകൻ മറ്റു നാടുകളിലൊക്കെ ചെന്ന് ഈ കുട്ടിക്ക് വേണ്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളൊക്കെ യഥാസമയത്ത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ തനിച്ച് ആ ദ്വീപിൽ വളരുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. കുട്ടിക്ക് തൻ്റെ 16ാമത്തെ വയസ്സായപ്പോൾ ഈ കഴുകൻ വിചാരിക്കുകയാണ്, ഞാൻ ജ്യോത്സ്യന്മാർ പറഞ്ഞ ആ വിധിയെ അപ്പാടെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനമായിരിക്കുമല്ലോ അവർ പറഞ്ഞത്, അത് ഞാൻ അപ്പാടെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുലൈമാൻ നബിയുമായിട്ടുള്ള ഈ മത്സരത്തിൽ ഞാൻ വിജയിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ കഴുകൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിവസം, കഴുകൻ അന്ന് ദ്വീപിലില്ല. ആ സമയത്താണ് വളരെ അപകടത്തിൽ പെട്ടുകൊണ്ട് ഒരു ബോട്ട്, ഒരു കപ്പൽ ശിഥിലമായി ഒരു മരക്കഷ്ണത്തിൽ പിടിച്ചുകൊണ്ട് അതിലുള്ള ചെറുപ്പക്കാരൻ ആ ദ്വീപിലേക്ക് എത്തുന്നത്. ബോധക്ഷയം സംഭവിച്ച് ബോധം കെട്ട് ആ കടൽ തീരത്ത് കിടക്കുന്ന ആ യുവാവിനെ ദ്വീപിലൂടെ നടക്കുന്ന പെൺകുട്ടി കണ്ടുമുട്ടുകയും അയാളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് ബോധമുണർത്തി അവന് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളവും നൽകി അവനെ ജീവിതത്തിലേക്കായി പിടിച്ചുയർത്തുന്നുണ്ട്. അവളുടെ ഈ സംരക്ഷണവും കരുതലൊക്കെ കണ്ട ആ യുവാവിന് ഈ പെൺകുട്ടിയിൽ അനുരാഗമാവുകയും അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിൽ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കഴുകൻ അതിരാവിലെ ആ ദ്വീപിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ കാണുന്നത് പെൺകുട്ടിയിൽ കാര്യമായ ചില മാറ്റങ്ങളാണ്. കഴുകൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ വേറെ ആരെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടോ? നിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ചില മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് തന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ ആ കഴുകനോട് പെൺകുട്ടി പറയുന്നുണ്ട്, അതെ, എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു യുവാവ് ഇവിടെ കപ്പലിൽ വന്നതായിരുന്നു. ആ കപ്പൽ തകർന്നുകൊണ്ട് മരപ്പലകയിൽ പിടിച്ച് ഇവിടെ കരപറ്റി വന്നതാണ്. ഞാൻ ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ്. അതോടുകൂടെ കഴുകൻ തകർന്നു പോകുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം അന്നേ എന്നോട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഒരാൾക്കും മാറ്റാനാവില്ല എന്ന്. അതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ച ഞാനിപ്പോൾ ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയം സമ്മതിച്ചുകൊണ്ട് കഴുകൻ നേരെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് പറന്നു ചെല്ലുന്നു. ഇവരോട് രണ്ടുപേരോടും അവിടേക്ക് എത്താൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ 3 പേരും അവിടെ എത്തിയ സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് കഴുകൻ പറയുന്നുണ്ട്, പ്രവാചകരെ, അങ്ങ് പറഞ്ഞതായിരുന്നു ശരി, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ആർക്കും മാറ്റാനാവില്ല. ആ അചഞ്ചലമായ വിധിയിൽ ഒരു മാറ്റവും മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട് കഴുകൻ. ഈ കഥ അറബി കെട്ടുകഥകളിലായിട്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ബാലസാഹിത്യ കൃതികളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആധികാരികമായി ഒരു അവലംബവും ഈ കഥയ്ക്കില്ല എന്നത് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ഈ കഥ നമുക്കൊരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിധി അത് ദുഃഖമായിക്കൊള്ളട്ടെ, സന്തോഷമായിക്കൊള്ളട്ടെ, അള്ളാഹു എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് അത് ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഒരു അടിമ എന്ന നിലയിൽ അള്ളാഹുവിനെ നമ്മൾ ഉടമയായി കാണുന്ന രീതിയിൽ ഏറ്റവും ഉചിതമായ തീരുമാനമായിരിക്കും അള്ളാഹു നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. അത് നമ്മൾ ഇരു കൈയും നീട്ടി സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതായിരിക്കും നമുക്ക് നല്ലത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വിധിയെപ്പറ്റി പറയുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു മനോഹരമായ ചരിത്രം കൂടെ അവിടെ ഓർമ്മിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത് മനോഹരമായൊരു ചരിത്രമാണ്. ഇത്രയും സമയം നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നതിൻ്റെ ഒരു നന്ദി സൂചകമായി ഒരു കഥ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയ കഥയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ട് തൻ്റെ അനുയായികളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ കൊട്ടാരത്തിൽ. ആ സമയത്ത് മറ്റൊരു ആൾ അവിടേക്ക് കയറി വരികയാണ്. സദസ്സിലിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് അയാൾ അതിരൂക്ഷമായിട്ട് നോക്കുന്നു. ആ സമയത്ത് ഈ സദസ്സിലിരിക്കുന്ന വ്യക്തി പേടിച്ചു പോവുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകാനിരിക്കുന്ന സമയത്ത് ആ സദസ്സിലിരുന്ന ആൾ സുലൈമാൻ നബിയോട് ഒന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, അങ്ങ് കണ്ടില്ലേ, ഇവിടെ ഒന്നും മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് എന്നെ അതിരൂക്ഷമായി നോക്കി പേടിപ്പിച്ചിരിക്കുന്നു. അതാരാണ്? ആ സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നു, അത് നമ്മൾ മുൻപ് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ, അത് മലക്കുൽ മൗത്ത് അസ്രായീലാണ്
എന്ന് ആ മനുഷ്യനോട് പറയുന്നു. നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിന്റെ മരണത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്നും ആ മനുഷ്യനോട് പറയുന്നുണ്ട്. അത് കേട്ടതോടുകൂടെ അയാൾ പേടിച്ച് വിറക്കുന്നു. പ്രവാചകനോട് പറയുന്നുണ്ട്, സുലൈമാൻ നബിയെ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. നിങ്ങൾ കാറ്റിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളല്ലേ, കാറ്റിനോട് പറഞ്ഞിട്ട് എന്നെ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോയിടണം, ആ മലക്കൽ മൗത്തിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണം എന്ന് കരഞ്ഞ് കെഞ്ചി പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം കാറ്റിനോട് പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. കാറ്റിലൂടെ അയാൾ അതേ നിമിഷം തന്നെ ഇന്ത്യയിലെ ഒരു പർവ്വതത്തിലേക്ക് കൊണ്ടുചെന്നിടുകയാണ്. അയാൾ അവിടെ ജീവിക്കാനും തുടങ്ങുന്നു. തൊട്ടടുത്ത സമയം തന്നെ മലക്കുൽ മൗത്ത് അസ്രായീൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സുലൈമാൻ നബി ചോദിക്കുന്നു, എന്തിനാണ് നീ ആ മനുഷ്യനെ ഇങ്ങനെ രൂക്ഷമായി നോക്കി പേടിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മലക്കുൽ മൗത്ത് അസ്രായീൽ അവരോട് മറുപടി പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ അവരെ നോക്കി പേടിപ്പിച്ചതല്ല, അള്ളാഹു എന്നോട് പറഞ്ഞത് അവൻ്റെ റൂഹിനെ ഇന്ത്യയിൽ വെച്ചിട്ട് പിടിക്കാനാണ്. ഞാനിവിടെ നിങ്ങളുടെ അടുത്തേക്ക് ഫലസ്തീനിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യനിതാ ഇവിടെ നിങ്ങളുടെ സദസ്സിലിരിക്കുന്നു. ഈ മനുഷ്യരെ എങ്ങനെയാണ് ഇന്ത്യയിൽ വെച്ചുകൊണ്ട് അവൻ്റെ റൂഹ് പിടിക്കുക എന്ന അത്ഭുതത്തോടു കൂടെയാണ് ഞാൻ നോക്കിയത്. അള്ളാഹുവിൻ്റെ തീരുമാനം ഒരിക്കലും മാറാറില്ലല്ലോ. അങ്ങനെയാണ് അള്ളാഹുവിന് ഇത് മാറിപ്പോയതെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതും ഇന്ത്യയിലേക്ക് കൊണ്ടു ചെന്നിടാൻ പറയുന്നതും നിങ്ങൾ കാറ്റുവഴി ആ മനുഷ്യനെ അവിടേക്ക് കൊണ്ടു ചെന്ന് ഇടുന്നതുമൊക്കെ. ഞാൻ അവിടെ പോയി അവൻ്റെ റൂഹ് പിടിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചിരുന്നത് അവൻ്റെ റൂഹിനെ ഇന്ത്യയിലെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് പിടിക്കണമെന്നതായിരുന്നു. അള്ളാഹുവിൻ്റെ വിധി നമുക്ക് ആർക്കും മാറ്റാനാവില്ലല്ലോ. മരണത്തിൽ നിന്ന് പേടിച്ച അയാൾ ഓടി രക്ഷപ്പെട്ടത് മരണത്തിലേക്ക് തന്നെയാണ് എന്ന ബോധ്യം അയാൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ വിധിയിൽ വിശ്വസിക്കുന്നവർക്കുള്ള മനോഹരമായൊരു കഥയും, ഇത് പ്രബലമായൊരു കഥയാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇതുപോലെ മറ്റു മനോഹരമായ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.